ഗൃഹനാഥൻ അത് കൈമാറും. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ അലോക്കേഷൻ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ അത് റീലായിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അത് ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിരുന്നു. നല്ല രീതിയിൽ അതിന് റീച്ച് കിട്ടി. പിന്നെ അമ്മേനെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കുന്നതിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്നേരം വീഡിയോ എടുത്തു വെക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലോങ് വീഡിയോ ചെയ്യാനും പറ്റിയിട്ടില്ല. ഇത്തവണ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പുതിയ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഇതെല്ലാം യൂസ് ചെയ്ത കളേഴ്സ്, ആ റെഡ് ഷെയ്ഡും റോസ് ഷെയ്ഡും കൂട്ടിയിട്ടാണ് നമ്മൾ ഇലേൻ്റെ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഇല ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് വൈകാതെ കാണിച്ചു തരും. നമ്മൾ ഉണ്ടാക്കിയ വീഡിയോൻ്റെ അകത്ത് ചെറിയ ഓർഡറിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ തോന്നിയ പോലെ ഇവിടെ നിന്നല്ലോ വീഡിയോ എടുത്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇലയായിട്ടുള്ളത്. പച്ച ഷെയ്ഡ് നമ്മൾ കാണിച്ച കളേഴ്സിനെ കൊണ്ടാണ് ആക്കിയിട്ടുള്ളത്. 2 ദിവസം കൊണ്ടാവുക ആക്കണം. നിങ്ങളെ ഫാൻസ് ഉണ്ട് ഇപ്പം കാണാൻ വേണ്ടിട്ട് കേട്ടാ. കുറെ ആൾക്കാരുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നെല്ലാം ചോദിക്കുന്നേ. ഡ്രസ്സിനുള്ളത് മടങ്ങിപ്പോണ്ടിക്കാൻ വെക്കുന്ന ബോർഡില്ല, അതിനെ കൊണ്ടാണ് ഇലയാക്കിയിട്ടുള്ളത്. ഇത് കണ്ട, ഇവർ മറ്റേ പണി തീരുന്നതിലടക്ക് പുതിയ പണി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തണ്ടിനടിച്ച പെയിന്റ് ഉണ്ടല്ലോ, അത് കുറേ ബാക്കി വന്ന്. അപ്പം പഴയ വരച്ച് വെച്ചൊരു ചിത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുഖത്ത് ഇന്ന കളർ കൊടുക്കാന്നെല്ലാം പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കലാണ്. കളറൊന്നും വെറുതെ കളയുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലേക്ക് ആ കളറൊക്കെ നമ്മൾ പുരട്ടി കൊടുത്തു. ബിരിയാണിയൊക്കെ പാർസൽ കൊണ്ടുവരുന്ന അലുമിനിയം ഫോയിലാണ് ഈ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അലൂമിനിയം ഫോയിൽ ഇസ്തിരി ഇട്ടിട്ടാണ് നമ്മൾ തണ്ടിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയത്. നമ്മളെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാൻ പിന്നെ കാണാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയ ചെറിയ ഹെൽപ്പെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുട്ടി വെച്ച അലൂമിനിയം ഫോയിലിൻ്റെ മുകളിൽ MC വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തണ്ടിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നത്. ആ MC ബോട്ടിൽ ഞാനിപ്പോൾ കാണിച്ചുതരാം. ബോട്ടിലല്ല, പെട്ടി ഞാൻ കാണിച്ചുതരാം. ഈ അലൂമിനിയം ഫോയിലും MC ആക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ തണ്ടിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാം. വളക്കാനും ഒടിക്കാനെല്ലാം പറ്റും, ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് കുറച്ച് ഉറപ്പും ഉണ്ടാകും. ഇതാണ് MC പെട്ടി. ഇത് വെച്ചിട്ടാണ് അതിൻ്റെ പുറമേയുള്ള സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്ലേ വെച്ചിട്ടും ചെയ്തിരുന്നു. ക്ലേ വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കട്ട് കൂടുതൽ. അതിപ്പോൾ നമ്മൾ ഒരു സെറ്റാക്കി കഴിഞ്ഞാൽ അത് പിന്നെ അടർന്ന് കളിക്കും. അതുകൊണ്ട് MC വെച്ച് ചെയ്യുന്നത് തന്നെ നല്ലത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഇലേൻ്റെ അല്ല, നമ്മൾ ആ തണ്ടിൻ്റെ ഷെയ്ഡ് നോക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള പെയിൻ്റ് എടുത്തടിച്ചു. നെക്സ്റ്റ് പ്രോസസ്സായ എങ്ങനെ ഒട്ടിച്ചതെന്ന് പറഞ്ഞു. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. കണ്ട, ഗ്ലൂ ഗൺ സാധനം. ഗ്ലൂ ഗൺ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ്, നമ്മളെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടുണ്ടാക്കിയ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്നിങ്ങനെ നോക്കിക്കുന്നു നിരാലംബിയായിട്ട്. അല്ല, ഇത് ഇപ്പൊ ആക്കുന്നുണ്ടെങ്കിലേ കെട്ടണമെങ്കിലേ മോനെ അത് മറ്റേ ആ ടേപ്പ് എടുക്കുക. അങ്ങനെ മോൻ പോയിട്ട് ആ മാസ്കിൻ ടേപ്പെല്ലാം എടുത്ത് അമ്മക്ക് കൊണ്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഇതായിട്ട് എടുത്തിട്ട് നടുവിലത്തെ സാധനം ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. അത് നടുവിൽ വെച്ച് അതിന് ചുറ്റിലും ഓരോ തണ്ടായിട്ട് നമ്മളിങ്ങനെ കെട്ടാൻ തുടങ്ങി. മോൻ പിന്നെ മൾട്ടി ടാസ്ക്. മോൻ വീഡിയോ എടുക്കാൻ വേണം, അമ്മേനെ സഹായിക്കാൻ വേണം, ഓരോ ഇലയായിട്ട് എടുത്ത് കൊടുക്കാൻ വേണം. ഇങ്ങനെ കുറേ പണികളുണ്ട്. ഇല സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നടുവിലത്തെ സാധനത്തിന് കുറച്ച് നീളമുള്ള തണ്ട് കൊടുക്കണം. നമ്മൾ നേരെ തിരിച്ചാന്നാക്കി പോയത്. നമ്മളെ ചട്ടി ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സംഭവമെല്ലാം സെറ്റപ്പ് ആക്കി ഒരു ഇല ഇങ്ങനെ ആടി കളിക്കുന്നു. അതിപ്പോ നമ്മൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണല്ലേ മേ. നമ്മൾ ഇതെല്ലാം ചുറ്റാൻ സഹായിച്ചതാരാ? നമ്മൾ. അപ്പൊ ഇത് കൈയൊട്ടിപ്പോയടാ. അവിടെ വെച്ചേ, നമുക്ക് അതിന്റെ അവിടെ വെക്കാം. സ്മാരക തണ്ടിന്റെ അടിവശം എന്തെങ്കിലും ചെയ്യണോ? ഗൃഹനാഥൻ അത് കൈമാറും. കാണിക്ക, അതിന്റെ മുകളിലത്തെ കാണിക്കും. ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഒറിജിനൽ ഇല പോലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിന് ചുരുട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. അതെ,
ഇപ്പൊ ഇത് പാവാന്ന് ആടി ഇരുന്നിട്ട് നോക്കണ പാവം. പിന്നെ പാവല്ലേ? പാവമല്ല. ഇത് ഇപ്പൊ രണ്ടെണ്ണയല്ല. ജമിനി പറഞ്ഞ തൊട്ടിട്ട് റോസ് മാക്സി ഇട്ട് നടക്കുക. റോസ് ഇട്ടിട്ട് നല്ല രസമുണ്ട്. റോസ് തന്നെ ഇട്ടാണ്. ഇങ്ങനെ നമ്മളെ 2 അഗ്ലോണിയം ഉണ്ട്, അതുപോലെ തന്നെ കൊളക്കേഷ്യ ഉള്ളത്. അലോക്കേഷ്യ ഉണ്ട്. വീടിലും കൊറേ ഉണ്ട് സംഭവം. അതെല്ലാം അത് നമ്മളെ സൃഷ്ടി ക്രാഫ്റ്റ്.